ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുള്ള ക്വിസ്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി കേട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ആദ്യത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏതാണ്? ഇടുക്കി. എന്നാൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏതാണ്? നെയ്യാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത്? സൈലന്റ് വാലി ദേശീയ ഉദ്യാനം. സൈലന്റ് വാലി എവിടെ സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികളുള്ള ജില്ല ഏതാണ്? കാസർഗോഡ്. അടുത്തതൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗമേതാണ്? ആന. എന്നാൽ കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷമേതാണ്? തെങ്ങ്. സംസ്ഥാന പുഷ്പമോ? കനിക്കൊന്ന. സംസ്ഥാന ഫലം? ചക്ക. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത്? ചുളഞ്ഞൂർ. കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏത്? മണ്ണിര. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്. ഒരു കുരുവിയുടെ പതനം ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ സലീം അലിയുടെ ആത്മകഥയാണ് കുരുവിയുടെ പതനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ്? കാക്ക. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡ്. വെള്ളപ്പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? പ്ലാറ്റിനം. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? MS സ്വാമിനാഥൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കാൾസൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കാൾസൺ. ലോക പരിസ്ഥിതി സംരക്ഷണ ദിനം എന്നാണ്? ജൂൺ 28. ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. UNDPയുടെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. WWFൻ്റെ പൂർണ്ണ രൂപമെന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂർ. നീലക്കുറിഞ്ഞിയുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നീലഗിരി, തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. അപ്പിക്കോ മൂവ്മെൻറ്റ് പരിസ്ഥിതി പ്രവർത്തനം നടന്ന സംസ്ഥാനം ഏത്? കർണാടക. സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ്? ഭവാനി നദി. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനങ്ങളുള്ള ജില്ല ഏത്? പത്തനംതിട്ട. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്
എവിടെ? വയനാട്. കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ടാറ്റ, ബൈ ബൈ.